മധ്യ ഗസയിലും റഫേലും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ 50-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നുണ്ട്. എതിർപ്പുകളെ അവഗണിച്ച് റഫേൽ വൻ ആക്രമണം നടത്താനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഹമാസിൻ്റെ തിരിച്ചടിയിൽ ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുമ്പോൾ പി ജെയിംസ് ഈ വാർത്തയെ വിശകലനം ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലി പ്രധാനമന്ത്രി ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. എസ് കെ, ഇസ്രായേലി പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അധികം ചെകുത്താനും കടലിനിടയിലാണ്. ഒരു ഭാഗത്ത് സമ്മർദ്ദം വെടിനിർത്തലിന് വേണ്ടി, പക്ഷേ വെടിനിർത്തിയാൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലത് സിയോണിസ്റ്റ് പാർട്ടികൾ പിൻവലിക്കും. ബെൻ ഗീവറിനെ പോലുള്ളവർ മന്ത്രിസഭ താഴെ വീഴും. സുപ്രീം കോടതിയിൽ അഴിമതി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് രണ്ട് പക്ഷത്തും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ഭാഗത്ത് ജോ ബൈഡൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയും അറബ് രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് വെടിനിർത്തലിന് ആവശ്യപ്പെടുന്നു. മറുഭാഗത്ത് വെടിനിർത്തിയാൽ ഉടൻ ഞങ്ങൾ പിന്തുണ പിൻവലിക്കുമെന്നുള്ള വാദം. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ലോകത്തെ ഏതും ക്രൂരനായ നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം റഫേൽ 14 ലക്ഷം ജനങ്ങളാണ് വിറങ്ങലിച്ച് നിൽക്കുന്നത്. അതിൻ്റെ നടുവിലേക്കാണ് കൊണ്ടുവന്ന് ബോംബിടുന്നത്. അവിടെ 10-15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ മധ്യ ഗസയിൽ അതിൽ പറയുന്നത് ഏതാണ്ട് 44 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ അത് ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഡോക്ടർമാർ തന്നെ പറയുന്നു ആശുപത്രിക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടതിൻ്റെ കഥ ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ തെക്കൻ ഗസ കേന്ദ്രീകരിച്ചായിരുന്നു, പിന്നെ അത് റഫേലിലേക്കായി. ഇപ്പോൾ മധ്യ ഗസയിൽ എല്ലാവരോടും ഇസ്രായേലി പ്രധാനമന്ത്രി പറയുന്നത് നിങ്ങൾ വടക്കോട്ട് പൊയ്ക്കോളൂ എന്നുള്ളതാണ്. ഇത് വളരെ വിചിത്രമാണ് എസ് കെ. 4.5 മാസം മുമ്പ് യുദ്ധം തുടങ്ങിയപ്പോൾ വടക്കൻ ഗസയിലാണ് ആദ്യം ആക്രമണം തുടങ്ങിയത്. അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ തെക്കൻ ഗസയിലേക്ക് ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അവരെല്ലാം ഓടി, ജീവനും കൊണ്ട് ഓടി. അവിടെ 10-15 ലക്ഷം പേരായി കഴിഞ്ഞപ്പോൾ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിലായി ബോംബിടൽ. അവിടെ നിന്നും ഓടി ഇപ്പോൾ റഫേൽ അവസാനത്തെ തുരുത്താണ്. ആ തുരുത്തിലെത്തിയപ്പോൾ ഇപ്പോൾ റഫേലിലേക്കും ആക്രമണം നീളുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു വൻ ആക്രമണം വരികയാണ്, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഈജിപ്റ്റ് അതിർത്തി അടച്ചു നിർത്തിയിരിക്കുകയാണ്, അങ്ങോട്ട് കടക്കാനും വയ്യ. ഈ തരത്തിൽ അളമുട്ടിയ അവസ്ഥയിലാണ് ഏതാണ്ട് 15 ലക്ഷം ജനങ്ങൾ. അതിനിടയിലാണ് ഇത്രയും പേർ കൊല്ലപ്പെടുന്നത്. എന്തായാലും വല്ലാത്ത അവസ്ഥയിലാണ്. ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കെയ്റോയിൽ ഖത്തറുണ്ട്, ഈജിപ്തുണ്ട്, ഇസ്രായേലുണ്ട്, അമേരിക്കയുണ്ട്. പക്ഷേ ഇതുവരെ ഇസ്രായേൽ ഒന്നിനും വഴങ്ങുന്നില്ല. ഹമാസ് ആണെങ്കിൽ പറയുന്നത് 4 മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിൽ പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തൽ വേണം, ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം. അതിനൊന്നും തയ്യാറാവുന്നില്ല. അതിനിടയിൽ ഹൂതികളുടെ 2 മിസൈൽ കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ജോ ബൈഡൻ ഒരേ സമയം യുദ്ധം നിർത്തണമെന്ന് പറയുന്നു, പക്ഷേ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ജെയിംസ്, റഷ്യയിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഈ അലക്സി നവൽനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മരിച്ചോ കൊല്ലപ്പെട്ടോ എന്ന് ഇപ്പോഴും സംശയമാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അന്വേഷിച്ചെത്തിയ മാതാവിനും അതുപോലെ അഭിഭാഷകനും മൃതദേഹം കാണിച്ചു കൊടുത്തില്ല എന്ന രീതിയിൽ പരാതി വരുന്നല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? റഷ്യയിൽ ഒരുപക്ഷെ അലക്സി നവൽനി ഒരു വലിയ കണ്ണീരായി മാറുകയാണ്. ഒപ്പം തന്നെ അലക്സി നവൽനിയെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് 10,000-കണക്കിന് ജനം തെരുവിലിറങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിലേതാണ്ട് 100 കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പൂക്കൾ അർപ്പിക്കുന്നു. അത് റഷ്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും യൂറോപ്പിൽ, അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ, ആഫ്രിക്കയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകർ മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ജനാധിപത്യവാദിയെ കൊല്ലാക്കൊല ചെയ്ത് റഷ്യയിലെ ഏറ്റവും തണുത്തുറഞ്ഞ ഉത്തര ധ്രുവത്തിലെ ജയിലിൽ കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കുടുംബാംഗങ്ങൾ, ആ മാതാവും അതുപോലെ തന്നെ അഭിഭാഷകനും കൂടി അവിടെ ചെന്നപ്പോൾ അവിടെ മൃതശരീരമില്ല ജയിലിൽ. അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. മോർച്ചറിയിലെത്തിയപ്പോൾ അവിടെയും മൃതശരീരമില്ല. അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന് അദ്ദേഹത്തിൻ്റെ വക്താവ്, അവിടെ പാർട്ടിയുടെ ഫ്യൂച്ചർ ഓഫ് റഷ്യ എന്ന പാർട്ടിയുടെ വക്താവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കാരണം മൃതദേഹം കാണിക്കാതിരിക്കുന്നത് അദ്ദേഹത്തെ വധിച്ചതിൻ്റെ കാര്യം വെളിപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ റഷ്യൻ ഭരണകൂടം പറയുന്നത് ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൃതദേഹം ആരെങ്കിലും കാണിക്കാമല്ലോ, കാണിക്കാൻ തയ്യാറാവുന്നു. സ്വന്തം മാതാവിനെ പോലും കാണിക്കാത്ത അവസ്ഥയാണ്. ഇപ്പോൾ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണം പാശ്ചാത്യ രാജ്യങ്ങളിൽ ലോകമെമ്പാടും പരക്കുകയാണ്. അങ്ങനെയെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇത് വല്ലാത്തൊരു കാലഘട്ടമായിരിക്കും. പക്ഷേ പുടിന് ഇത് പുത്തിരിയല്ല. അദ്ദേഹം ഒരുപാട് പേര് കൊലപാതകത്തിന് സാക്ഷിയായിട്ടുണ്ട്. എസ് കെൻ ഓർക്കുന്നുണ്ടാവും, നമ്മൾ വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവൻ പ്രഗോഷിനെ കുറിച്ച് പറഞ്ഞത്. പ്രഗോഷിൻ അദ്ദേഹത്തിനെതിരെ റിബല്യൻ നയിച്ചു, വിമതനായി നയിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ഷെഫ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പുടിൻ്റെ. പക്ഷെ പിന്നീട് ഈ ഉക്രൈൻ യുദ്ധത്തിൽ സഹായിച്ച ശേഷം എതിരാളിയായപ്പോൾ അദ്ദേഹം
മോസ്കോയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബർഗിലേക്ക് പ്രഗോഷിൻ പറന്നപ്പോൾ ആ വിമാനത്തിൽ ബോംബ് വെച്ചു എന്നാണ് പറയുന്നത്, പൊട്ടിത്തെറിച്ചു, അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നെ ഒരുപാട് പേര്, അന്ന പൊളിറ്റ്സ്ക അടക്കം നിരവധി പ്രതിപക്ഷ നേതാക്കളും എതിർ ശബ്ദം ഉയർത്തിയവരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഒന്നില്ലെങ്കിൽ ജനലയിൽ നിന്ന് താഴേക്കിടും, ഇല്ലെങ്കിൽ വിഷം കുത്തിവെക്കും. ഈ രീതിയിൽ ഒരുപക്ഷെ വലിയ കിരാതമായ തരത്തിലേക്ക് പുടിൻ ഭരണം പോകുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നു. എസ് കെ.